ഇന്ത്യയുടെ ഹെലികോപ്റ്റർ മേഖലയിലേക്ക് ഒരു സുപ്രധാന സംഭവ വികാസം നടക്കാൻ പോകുന്നു. ഇന്ത്യയിലെ എയറോസ്പേസ് മേഖല, അതായത് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ഹെലികോപ്റ്റർ അസംബ്ലി സൗകര്യം ബാംഗ്ലൂരുവിൽ സ്ഥാപിക്കാൻ പോകുന്നു. ടാറ്റ ഗ്രൂപ്പും എയർബസ് ഹെലികോപ്റ്റേഴ്സും ചേർന്നാണ് ഈ സൗകര്യം ഒരുക്കാൻ പോകുന്നത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡും എയർബസ് ഹെലികോപ്റ്റേഴ്സും സംയുക്തമായി നിർമ്മിക്കുന്ന ഈ സൗകര്യം H-125 റോട്ടർ ക്രാഫ്റ്റിന്റെ നിർമ്മാണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ തദ്ദേശീയ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായിരിക്കും ഇത്. സിവിൽ സൈനിക റോളുകളിലെ വൈവിധ്യത്തിന് പേരുകേട്ട സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്ററായ H-125ന്റെ പൂർണ്ണമായ അന്തിമ അസംബ്ലിക്ക് ഈ സൗകര്യം ഉപകാരപ്പെടും. ഏവിയോണിക്സ്, മിഷൻ സിസ്റ്റങ്ങൾ, ഇലക്ട്രിക്കൽ, ഹൈഡ്രോളിക് ഘടകങ്ങൾ, ഇന്ധന സംവിധാനങ്ങൾ, ഫ്ലൈറ്റ് നിയന്ത്രണങ്ങൾ, ഹെലികോപ്റ്ററിന്റെ ഡൈനാമിക് ഘടകങ്ങൾ എന്നിവയായിരിക്കും ഈ സൗകര്യത്തിൽ നിർമ്മിക്കാൻ പോകുന്നത്. വിശ്വാസ്യതയ്ക്കും പ്രകടനത്തിനും പേരുകെട്ട സഫ്രാൻ ഏരിയൽ 2D ടർബോഷാഫ്റ്റ് എഞ്ചിനാണ് H-125ന് കരുത്തു പകരുന്നത്. എന്നാൽ ഈ സൗകര്യം നമ്മുടെ HAL ഒരു വെല്ലുവിളിയാണ്. അതായത് ഈ സംയുക്ത സംരംഭം H-125നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുമായി ഒരു മത്സരത്തിന് ഇടവരുത്തും. HALന്റെ LUH പ്രധാനമായും സൈനിക, അർദ്ധസൈനിക ആവശ്യങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട് എങ്കിലും എയർബസിന്റെ സിവിലിയൻ നിരയിലെ ജനപ്രിയ മോഡലായ H-125 ശക്തമായ ഒരു ആഗോള സാന്നിധ്യമാണ് പ്രകടിപ്പിക്കുന്നത്. HALന്റെ സ്ഥാപിത സ്ഥാപനവുമായി മത്സരിക്കാൻ എയർബസിന്റെ ആഗോള ശൃംഖല ഉപയോഗിച്ച് ഇന്ത്യൻ ആഭ്യന്തര വിപണിയെയും അന്താരാഷ്ട്ര ഉപഭോക്താക്കളെയും വിതരണം ചെയ്യുക എന്നതാണ് പുതിയ ബാംഗ്ലൂർ സൗകര്യത്തിന്റെ ലക്ഷ്യം തന്നെ. 8 വർഷത്തെ കരാറോടെയാണ് ഈ പദ്ധതി ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഇന്ത്യയിൽ നിർമ്മിച്ച H-125 ഹെലികോപ്റ്റർ 2026 അവസാനത്തോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാരംഭ ഉൽപാദനത്തിൽ ഏകദേശം 52 ഹെലികോപ്റ്ററുകൾ ഉണ്ടാവും. ഏകദേശം 40 അന്താരാഷ്ട്ര ഓർഡറുകൾ എയർബസ് ഇതിനകം തന്നെ നേടിയിട്ടുമുണ്ട്. അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ, നിയമനിർവഹണം, ടൂറിസം, വ്യോമയാന പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളെ ലക്ഷ്യമിട്ട് ബാക്കിയുള്ള 12 യൂണിറ്റുകൾ ഇന്ത്യക്കുള്ളിൽ നേരിട്ട് വിപണനം ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ എയർബസിന്റെ ഇപ്പോഴത്തെ ഈ സൗകര്യം ബാംഗ്ലൂരിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, കർണാടകയിലെ തുംകൂർ മേഖല, ഉത്തർപ്രദേശ് എന്നീ മറ്റ് സംസ്ഥാനങ്ങളും പരിഗണനയിലാണ്. ഇന്ത്യയുടെ എയറോസ്പേസ് ഹബ് എന്ന നിലയിൽ ബാംഗ്ലൂരിന്റെ പ്രശസ്തി കൂടുതൽ ഉറപ്പിക്കാൻ ഈ സൗകര്യം കൂടുതൽ പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ 250-ൽ താഴെ സിവിലിയൻ ഹെലികോപ്റ്ററുകളെ ഉള്ളൂ. ആ സ്ഥാനത്തെ അമേരിക്കയെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 15,000-ത്തിലധികം ഹെലികോപ്റ്ററുകളാണ് അവർക്കുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ ഈ H-125 ഉൽപാദനം ആരംഭിക്കുന്നത് ഇന്ത്യൻ ഹെലികോപ്റ്റർ വിപണിയിൽ ഗണ്യമായ വളർച്ചയുടെ ഒരു കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. എവറസ്റ്റ് കൊടുമുടിയിൽ ലാൻഡിംഗ് നടത്തി കഴിവ് തെളിയിച്ചതാണ് H-125. അതുകൊണ്ട് തന്നെ ഉയർന്ന ഉയരത്തിലും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളും ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കും. എന്തായാലും ടാറ്റയുടെയും എയർബസിന്റെയും ഈ സംയുക്ത സംരംഭം ഇന്ത്യൻ ഹെലികോപ്റ്റർ വിപണിയുടെ ചലനാത്മകതയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പീരങ്കി ഷെല്ലുകളും ചെറിയ ആയുധ വെടിക്കോപ്പുകളും ലഭിക്കാനുള്ള സാധ്യതയുള്ള ഒരു സ്രോതസ്സായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയെ കാണുകയാണ്. അടുത്തിടെ വൈറ്റ് ഹൌസിൽ നടന്ന ഒരു യോഗത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സമാധാന കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ US-ൽ നിന്ന് ഉക്രൈനിലേക്കുള്ള ആയുധ കയറ്റുമതി പെട്ടെന്ന് നിർത്തിവെച്ചു. ഇപ്പോൾ ഈ അവസരത്തിലാണ് ഉക്രൈനു വേണ്ടിയിട്ട് പീരങ്കി ഷെല്ലുകളും ചെറിയ ആയുധ വെടിക്കോപ്പുകളും ലഭിക്കാനുള്ള സാധ്യതയുള്ള ഒരു സ്രോതസ്സായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇന്ത്യയെ കാണുന്നത്. വിവാദമായ യോഗത്തെ തുടർന്ന് 155 mm പീരങ്കി ഷെല്ലുകളുടെയും ചെറിയ ആയുധ വെടിക്കോപ്പുകളുടെയും നിർണായക വിതരണങ്ങൾ ഉൾപ്പെടെ ഉക്രൈനിലേക്കുള്ള പുതിയ ആയുധ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ചതായി അമേരിക്ക പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ ഈ തീരുമാനമാണ് ഇപ്പോൾ നാറ്റോ അംഗങ്ങൾക്കിടയിൽ കാര്യമായ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ബൈഡൻ ഭരണകൂടത്തിന്റെ തുടക്കം മുതൽ തന്നെ അമേരിക്ക $44 ബില്യൺ സുരക്ഷാ സഹായം ഉക്രൈന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് അമേരിക്ക ഉക്രൈനിൽ നൽകുന്ന പിന്തുണ കുറച്ചു വെച്ചതോടെ അതിവേഗം വളരുന്ന പ്രതിരോധ നിർമ്മാണ മേഖലയുള്ള വളർന്നു വരുന്ന ആഗോള ശക്തിയായ ഇന്ത്യയിൽ യൂറോപ്യൻ യൂണിയൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള മുണീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രതിരോധ കമ്പനികളും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് പോലുള്ള സ്വകാര്യ കോർപ്പറേഷനുകളും സമീപ വർഷങ്ങളിൽ അവരുടെ ഉൽപാദന ശേഷി വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നാറ്റോ നിലവാരത്തിലുള്ള പീരങ്കി ഷെല്ലുകളും ചെറിയ കാലിബർ വെടിക്കോപ്പുകളും നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശേഷിയിൽ യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക താല്പര്യവുമുണ്ട്. ഇപ്പോഴത്തെ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ആവശ്യം അന്താരാഷ്ട്ര ആയുധ വ്യാപാരത്തിൽ ഇന്ത്യയുടെ സാധ്യതയുള്ള പങ്ക് ശ്രദ്ധേയമായ മാറ്റത്തെയാണ് കാണിക്കുന്നത്.
ചരിത്രപരമായി ഇന്ത്യ ആയുധങ്ങളുടെ ഒരു പ്രധാന ഇറക്കുമതിക്കാരനായിരുന്നു. എന്നാൽ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പരിപാടി പ്രകാരം പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് രാജ്യം മുൻഗണന നൽകിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യ 85-ലധികം രാജ്യങ്ങളിലേക്ക്, പ്രധാനമായും ഏഷ്യ, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്ക് യുദ്ധോപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനുമായുള്ള ഒരു വിതരണ കരാറിന് ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം ഗണ്യമായി വർദ്ധിപ്പിക്കാനും യൂറോപ്പുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താനും ഇതിന് കഴിയും. എന്നാൽ ഉക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള ഏതൊരു ഇന്ത്യയുടെ തീരുമാനവും സന്തുലിതമായ നയതന്ത്ര ബന്ധങ്ങളെ ബാധിച്ചേക്കാം. എന്തായാലും ഈ കാര്യത്തിൽ ഇന്ത്യ ഉചിതമായ തീരുമാനം തന്നെ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് 2024 നവംബറിൽ പരീക്ഷിച്ച ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനമായ ലോങ് റേഞ്ച് ആന്റിഷിപ്പ് മിസൈൽ മാക് 10 എന്ന ശ്രദ്ധേയമായ വേഗത കൈവരിച്ചതായി ഇന്ത്യയുടെ DRDO ഇതിനകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 2024 നവംബർ 16-ന് ഒഡീഷ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് വിജയകരമായ പറക്കൽ പരീക്ഷണം നടത്തിയ ഇന്ത്യയുടെ LRA-SHM ഇന്ത്യയുടെ ആദ്യത്തെ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലായി ഇതിനകം തന്നെ അംഗീകരിക്കപ്പെട്ടിരുന്നു. അന്ന് ഈ മിസൈലിന്റെ വേഗത എന്ന് പറയുന്നത് മാക് 6 മുതൽ 7 വരെ ശ്രേണിയായിരുന്നു. ഇന്നിപ്പോൾ അത് മാക് 10 എന്ന വേഗത കൈവരിച്ചതായിട്ടാണ് DRDO സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 1500 കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട്. മറ്റ് DRDO ലബോറട്ടറികളുടെയും വ്യവസായ പങ്കാളികളുടെയും സംഭാവനകളോടെ ഹൈദരാബാദിലെ DRDOയുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് ആണ് ഈ മിസൈൽ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തത്. ബാലിസ്റ്റിക് മിസൈലിന്റെ ഉയർന്ന വേഗതയും ക്രൂയിസ് മിസൈലിന്റെ പ്രവർത്തനങ്ങൾ നടത്താനും ലക്ഷ്യത്തിലെത്താനുമുള്ള കഴിവ് ഈ LRA-SHM-നുണ്ട്. പ്രതിരോധ വിദഗ്ധരുടെ പ്രാഥമിക വിശകലനങ്ങൾ LRA-SHM-ന്റെ വേഗത മാക് 6-നും മാക് 7-നും ഇടയിലാണെന്ന കണക്കായിരുന്നു. ഈ മാക് 10-ന്റെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ ഏകദേശം 12348 കിലോമീറ്റർ അല്ലെങ്കിൽ സെക്കൻഡിൽ ഏകദേശം 3.43 കിലോമീറ്റർ ആണ്. ഇത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഹൈപ്പർസോണിക് സിസ്റ്റങ്ങളിൽ LRA-SHM-ന് സ്ഥാനം പിടിക്കുന്നു. റഷ്യയുടെ കിൻഷാലിനോടും ചൈനയുടെ DF-ZF-നോടും താരതമ്യപ്പെടുത്താവുന്നതാണ് ഇന്ത്യയുടെ ഈ LRA-SHM. റഷ്യയുടെ കിൻഷാലിന്റെ വേഗത എന്ന് പറയുന്നത് മാക് 10-ലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയുടെ DF-ZF-ന്റെ വേഗത മാക് 10 മുതൽ 12 ആണെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ നമ്മുടെ DRDO വികസിപ്പിച്ചെടുത്ത ഈ LRA-SHM-ന്റെ കഴിവുകൾ അതിന്റെ വേഗതയിൽ മാത്രം ഒതുങ്ങുന്നില്ല. പരമ്പരാഗത ന്യൂക്ലിയർ വാർഹെഡുകൾ ഉൾപ്പെടെ വിവിധ പേലോഡുകൾ വഹിക്കാനും കപ്പലുകളെയും കരയിൽ നിന്നുള്ള ഇൻസ്റ്റാളേഷനുകളെയും ലക്ഷ്യം വെക്കാനും കഴിവുള്ള ഒരു ബഹുമുഖ ആയുധമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1500 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള ഒരു ആന്റിഷിപ്പ് മിസൈൽ എന്ന നിലയിൽ ഇതിന് പ്രാഥമികമായി തന്നെ പ്രവർത്തിക്കാൻ കഴിയും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിയന്ത്രണം നിലനിർത്തുന്നതിനുള്ള ശക്തമായ ഒരു ഉപകരണമാണ് ഇത് ഇന്ത്യൻ നാവികസേനയ്ക്ക് എന്ന് പറയേണ്ടി വരും. ചൈനയുടെ വളർന്നു വരുന്ന കാരിയർ കപ്പൽപ്പട പോലുള്ള എതിരാളികളായ നാവികസേനകളുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം കണക്കിലെടുക്കുമ്പോൾ ഇത് ഇന്ത്യൻ നാവികസേനയ്ക്ക് പ്രധാനമായ ഒരു ആയുധം തന്നെയാണ്. ഹൈപ്പർസോണിക് വേഗതയിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത മിസൈലിന്റെ റേഡിയോ ഫ്രീക്വൻസി സ്വീക്കർ യുദ്ധക്കപ്പലുകൾ പോലുള്ള ചലിക്കുന്ന ലക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണങ്ങൾ ഉറപ്പാക്കുന്നു. ഇപ്പോൾ DRDO സ്ഥിരീകരിച്ച LRA-SHM-ന്റെ മാക് 10-ന്റെ വേഗതയും അതിന്റെ വിപുലീകൃത ശ്രേണിയും ഇന്ത്യക്ക് ഒരു പ്രധാന നേട്ടം തന്നെയാണ് നൽകുന്നത്. ശത്രു രാജ്യങ്ങൾ സജീവമാകുന്നതിന് മുമ്പേ, തയ്യാറെടുക്കുന്നതിന് മുമ്പേ അവരുടെ പ്രദേശത്തിനുള്ളിൽ കയറി ശത്രുക്കളുടെ ആസ്തികളെ നിർവീര്യമാക്കാൻ ഇന്ത്യയുടെ LRA-SHM-ന് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.